അരുൺ ശങ്കർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. നിലവിൽ ഇപ്പോഴും ഈ തീ അണയ്ക്കൽ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ 8 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ഈ തീപിടുത്തം. രാവിലെ 9 കൂടിയാണ് കപ്പലിൽ പൊട്ടിത്തെറി, അതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടായി എന്നുള്ള വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. ആ വിവരം ലഭിച്ചപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. നിലവിൽ 5 കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളാണുള്ളത്. ഏതാനും ഒരു മണിക്കൂർ മുമ്പ് നാവികസേനയുടെ INS സൂറത്തും അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാധുനിക യുദ്ധ കപ്പലാണ് INS സൂറത്ത്. അപ്പോൾ INS സൂറത്തും കൂടെ എത്തി വളരെ വളരെ പൂർണ്ണതോതിൽ തന്നെ ഈ തീ അണയ്ക്കാനുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് ആശങ്കയെ തന്നെ തുടരുന്നുണ്ട്. 12:40 കൂടി തീ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് പടർന്നു എന്നുള്ളത് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നുണ്ട്. അതായത് വലിയ പ്രതിസന്ധി തന്നെയാണ് മുന്നിൽ ഉള്ളത്. പക്ഷേ എന്ത് തന്നെയായാലും ഈ കപ്പലിൽ തീ അണച്ചേ മതിയാകൂ. കപ്പലിൽ ശേഷിക്കുന്ന കണ്ടെയ്നറുകളെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. കാരണം ആ കണ്ടെയ്നറുകളിൽ സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, അതോടൊപ്പം തന്നെ ഘർഷണമുണ്ടായാൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ, അതോടൊപ്പം തന്നെ കുറേയേറെ കണ്ടെയ്നറുകൾ ഈ സ്ഫോടനത്തിന്റെ ഭാഗമായി തന്നെ കടലിലേക്ക് വീണിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വന്നല്ലോ. അവയിൽ തന്നെ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയില്ല. അവിടേക്ക് നമ്മുടെ ചെറുഷിപ്പുകളടക്കം പുറപ്പെട്ടിട്ടുണ്ട്. INS സൂറത്ത് അവിടെയുണ്ട്. ഇതിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളൊരു അറിയിപ്പ് എങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു അറിയിപ്പും ഇതുവരെയും ഒരു ഏജൻസികളും നൽകിയിട്ടില്ല. അതായത് ഈ ഒരു സ്ഫോടനം അല്ലെങ്കിൽ പൊട്ടിത്തെറി മൂലം ഉണ്ടായിട്ടുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ള ഒരു കാര്യവും ഒരു ഏജൻസികളും, അതായത് നാവികസേനയാണെങ്കിലും കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും പങ്കുവച്ചിട്ടില്ല. നിലവിൽ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ ഈ സംയുക്ത ഓപ്പറേഷൻ്റെ പരിഗണന എന്ന് പറയുന്നത് ആദ്യം എന്ന് പറയുന്നത് മനുഷ്യജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ കൂടിയാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ഈ 4 പേർക്കായിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പരിഗണന എന്ന് പറയുന്നത് കപ്പലിൽ തീ അണയ്ക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ മൂന്നാമത്തെ പരിഗണന എന്ന് പറയുന്നത് ഈ തീപിടുത്തം അല്ലെങ്കിൽ ഈ സ്ഫോടനം മൂലം കടലിലെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷം ലഘൂകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 മുൻഗണനകൾ നൽകിക്കൊണ്ടാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. ഈ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് ഈ ദൗത്യം നടത്തുന്നത്. അതിൽ തീ അണയ്ക്കൽ എന്നുള്ളതാണ് രണ്ടാമത്തെ മുൻഗണന. തീയണക്കലാണ് വലിയ പ്രതിസന്ധിയായി തന്നെ മുന്നിലുള്ളത്. ആ പ്രതിസന്ധി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ഈ മുൻഗണനയും ബാധിക്കും. അതായത് കടലിൻ്റെ പരിസ്ഥിതിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായി അത് മാറും. എന്തായാലും കപ്പൽ ഇപ്പോൾ ഈ കടലിൽ ഒഴുകി നടക്കുകയാണ്. പ്രഥമമായും ചെയ്യേണ്ടി വരുന്ന 3 കാര്യങ്ങൾ, അതിൽ 3 ഇപ്പോഴും അകലെ തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോഴും ഈ സഹായ നൗക ആളുകളെ ഇങ്ങോട്ടേക്ക് തീരത്തേക്ക് എത്തിക്കേണ്ടുന്ന സഹായ നൗകയിലേക്ക് അല്ലെങ്കിൽ ആ കപ്പലിലേക്ക് ആളുകൾക്ക് ഇപ്പോഴും കയറാനായിട്ടില്ല. ആ തരത്തിൽ അവരെ മാറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ തീ അണയ്ക്കാനായിട്ടില്ല. അതുപോലെ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ തുടരുക തന്നെ ചെയ്യുന്നു. മറ്റത് അതിന് ശേഷമുള്ളതാണ് ഇതെന്തൊക്കെ തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കുമെന്നതിനെ പറ്റി അറിയേണ്ടുന്നത്.